ഒന്ന് ഓടിച്ചു വിടുകയാണ്. 2 സൂറകളുടെ, സൂറത്തുൽ കഹ്ഫും പിന്നെ ആദം നബിയെ കുറിച്ചും ഈസ നബിയെ കുറിച്ചുമുള്ള ഒരു പ്രയോഗമുണ്ട്. സൂറത്തുൽ കഹ്ഫിലേക്ക് വരാം. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതൽ സുന്നത്തുള്ള സൂറയാണ്. ഇന്ന് ഓതിയവരൊന്ന് കൈപൊക്കിയാട്ടെ. അൽഹംദുലില്ലാ. നോതാത്തവര് കൈപൊക്കണ്ട. അപ്പോ അടുത്ത ആഴ്ച ഓതാൻ നോക്കുക. ഇനി വെള്ളിയാഴ്ച കിട്ടൂല. അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചാൻസ് നഷ്ടപ്പെട്ടു പോയി. എന്താ പൊട്ടണേ? ദീപാവലിന്റെ. അപ്പോ 18ാമത്തെ സൂറയാണ് സൂറത്തുൽ കഹ്ഫ്. ആരുടെ ചരിത്രമായി പറയുന്നത്? 7 ഗുഹാവാസികളുടെ. അവരുടെ പേരാണ് അസ്ഹാബുൽ കഹ്ഫ്. ജോർഡാനിൽ പോയവർക്കറിയാം, ജോർഡാനിലാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹയുള്ളത്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പോയ ആളുകൾ വേറെ ഉണ്ടായിരിക്കും സദസ്സിലൊക്കെ. ജോർഡാനിലാണ്. ജോർഡാനിലെ അമ്മാൻ സിറ്റിയുടെ ഭാഗമാണ്. ഒരു മലമുകളിൽ, ഇപ്പോ റോഡൊക്കെ ഉണ്ട്, അവിടെ ഒരു പള്ളിയുണ്ട്, അസ്ഹാബുൽ കഹ്ഫിന്റെ പള്ളിയുണ്ട്. 7 ഗുഹാവാസികളുടെ മറവ് ചെയ്ത് 7 ഖബറുണ്ട് അവിടെ. അവരുടെ പള്ളിയുടെ അവശിഷ്ടങ്ങളുണ്ട്. ആ ഗുഹയിലേക്ക് വെളിച്ചം വരുന്ന, കിഴക്കുന്നും പടിഞ്ഞാറുന്നും വരുന്ന വെളിച്ചത്തിന്റെ പഴുതുകൾ ഇന്നും അവിടെ ഉണ്ട്. ആ ഗുഹയുടെ ഉൾഭാഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അതിന്റെ ബിൽ വസീദ്, അതൊക്കെ അവിടെ ചെന്ന് കാണാൻ കഴിയും. ഒക്കെ അവിടെ സുരക്ഷിതമായി ഇന്നവിടെയുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് എത്താനൊക്കെ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒരു ചരിത്രമല്ല, നമ്മൾ കണ്ണിൽ കാണുമ്പോൾ നമുക്ക് ശരിക്ക് വല്ലാത്ത ഈമാൻ വർദ്ധിക്കും. സുബ്ഹാനല്ലാഹ്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞ സൂറയാണ്. ഈ സൂറയിൽ ഒരുപാട് ചരിത്രമുണ്ട്. മൂസ നബിയുടെ ചരിത്രമുണ്ട്, 2 തോട്ടത്തിന്റെ മുതലാളിമാരുടെ ചരിത്രമുണ്ട്, പിന്നെ മൂസാ നബിയുടെയും ഖിദ്ർ നബിയുടെയും ചരിത്രമുണ്ട്, പിന്നെ ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ചരിത്രമുണ്ട്. പക്ഷെ അള്ളാഹു പേര് വെച്ചത് അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറയാനാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ അള്ളാഹു സൂറത്തുൽ കഹ്ഫ് എന്ന് പേര് വെച്ചു. കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. 18ാമത്തെ സൂറയാണ് സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിൽ 4-5 ചരിത്രമുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയാൻ അള്ളാഹു ഉപയോഗിച്ചത് 18 ആയത്തുകളാണ്. ഈ സൂറയുടെ നമ്പർ 18ാമത്തെ സൂറയാണ്. 18 ആയത്തുകളിലാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്നത്. എത്ര കൊല്ലം ഇവർ ഉറങ്ങിയത്? പെട്ടെന്ന് കൈവക്കിയ ആള് എത്ര 300 309. മാഷാ അല്ലാഹ്. സമ്മാനം കൊടുക്കണ്ടേ? വരി ബിസ്മില്ലാഹ്. മാഷാ അല്ലാഹ്. തീർന്ന ഫസലിന്റെ തരണേ. ബിസ്മില്ലാഹ്. വരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 309 അത്ഭുതമുണ്ട്. കാരണം അറബിയിൽ 309 എന്ന് പറയാൻ എങ്ങനെ? 309 309 ഒറ്റടിക്ക് പറയണം. 309 309. പക്ഷെ അള്ളാഹു അസ്ഹാബുൽ കഹ്ഫ്, അത് നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ ഈ ന്യൂമറിക്കൽ അത്ഭുതമല്ല, പക്ഷെ ഖുർആനിലെ മറ്റൊരു അത്ഭുതമാണത്. കാരണം 2 നിലക്കാണ് നമ്മൾ കലണ്ടർ കണക്കാക്കുന്നത്. സൂര്യന്റെ ചലനപ്രകാരം അതാ നമ്മുടെ 2018 കണക്ക് അല്ലെ. പിന്നെ ചന്ദ്രന്റെ കണക്ക്, നമ്മളെ ഹിജറ വർഷം ചന്ദ്രവർഷമാണ്, ലൂനാർ ഇയർ. നമ്മുടെ സൗരവർഷം സോളാർ ഇയർ. സൂര്യന്റെ ഭ്രമണം അനുസരിച്ച് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനനുസരിച്ച്, മറ്റേത് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതിനനുസരിച്ച്. ഇവിടെ വ്യത്യാസം എന്താണെന്നറിയോ? ഓരോ വർഷവും ചന്ദ്രവർഷം സൂര്യവർഷത്തേക്കാൾ 10-11 ദിവസം കുറവാണ്. അതുകൊണ്ട് റമദാൻ ഇനിയിപ്പോ എത്ര, മെയ് 17 വിചാരിക്കുക. കഴിഞ്ഞ വർഷം അത് മെയ് 27 അടുത്ത വർഷം മെയ് 7 10 ദിവസം താഴെ പോകും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ചന്ദ്രവർഷം 103 ദിവസമാകുമ്പോഴാണ്, 103 കൊല്ലമാകുമ്പോഴാണ് സൗരവർഷം 100 കൊല്ലാവുള്ളൂ. ഒരു 100 കൊല്ലത്തിൽ 3 വർഷത്തിന് ഡിഫറൻസ് വരും, ചന്ദ്രവർഷവും സൗരവർഷവും. അപ്പൊ 300 കൊല്ലത്തിൽ എത്ര ദിവസം വരും? എത്ര വർഷത്തിന് ഡിഫറൻസ് വരും? എത്ര? 9. കാരണം 100 കൊല്ലത്തിൽ 3 കൊല്ലം കൂടുതലായിരിക്കും നമ്മുടെ വർഷം, നമ്മുടെ ചന്ദ്രവർഷം. രണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്, സൂര്യനും ചന്ദ്രനും. പക്ഷെ അള്ളാഹു കണക്കാക്കുന്നത്, വിശുദ്ധ ഖുർആന്റെ കണക്കാക്കൽ ചന്ദ്രന്റെ ഭ്രമണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇനി പറയാ, അവര് 300 കൊല്ലം ഉറങ്ങി. ഞാൻ കണക്കിലേക്ക് വരാൻ കേട്ടോ. പക്ഷെ ആ 300 കൊല്ലം എന്ന് പറഞ്ഞത് വല്ലാത്ത രസമുള്ള ഒരു പ്രയോഗമാണ്. എങ്ങനെ പറഞ്ഞ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ വസ്ദാദു 9. നബിയെ, അവരവരുടെ ഗുഹയിൽ ഉറങ്ങി, അവർ താമസിച്ചു. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ, 300 കൊല്ലം. വസ്ദാദു, അവർ ഏറെയും എടുത്തിട്ടുണ്ട്. 9 ഏറെയുമുണ്ട്.
350 അങ്ങനെയല്ല പറയാ. 350 നേരെ പറയുമ്പോ എങ്ങനെ പറയാ? 309. പക്ഷേ 300 കൊല്ലം സൗരവർഷപ്രകാരം, 309 കൊല്ലം ചന്ദ്രവർഷപ്രകാരം. ആ ഒരു ആശയം അല്ലാഹു ഈ അക്കത്തിന്റെ ഉള്ളിൽ തന്നെ വെച്ചു. അവര് 300 കൊല്ലം ഉറങ്ങി നബിയെ, ഒരു 9 കൊല്ലം ഏറെയും. 309 ചന്ദ്രവർഷപ്രകാരം, സൗരവർഷപ്രകാരം അവർ 300 ഇത് രണ്ടും അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ 309 കൊല്ലം ഉറങ്ങി എന്നതാണ് ഈ ചരിത്രത്തിന്റെ മഹാത്ഭുതം. അള്ളാഹു 309 കൊല്ലം ഉറക്കിക്കിടത്തി, എന്നിട്ട് അള്ളാഹു അവരെ ഉണർത്തി, പിന്നീട് അവർക്ക് മരണം കൊടുത്തു. മനുഷ്യന് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അള്ളാഹു കാണിച്ചു കൊടുത്തൊരു അത്ഭുതമാണിത്. അല്ലെ, ഇറാഖിലെ ഏതൊരു കുട്ടി ഒരു അല്ലെ ബിൽഡിംഗ് റക്കിന്റെ ഉള്ളിൽ ഒരു കൊല്ലത്തോളം ഇരുന്ന് സർവൈവ് ചെയ്ത ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു. അല്ലെ, ഒരു പിഞ്ചു കുട്ടി അല്ലെ വെള്ളം കുടിക്കണത് കണ്ടില്ലേ? അള്ളാഹു ഉദ്ദേശിച്ചാൽ അത്രയേ ഉള്ളൂ. ഒരു വെള്ളവും പാനീയവും ഇല്ലാതെ അള്ളാഹുവിന് മനുഷ്യനെ സർവൈവ് ചെയ്യിക്കാൻ കഴിയും. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ. ഇതൊക്കെ ഇനി സബ്മറൈനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾക്ക് ഉള്ള വലിയ വലിയ സാധ്യതകളുണ്ട് യൂനുസ് നബിയുടെ ഈ ചരിത്രത്തിലൊക്കെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷമുള്ളവരും ഇനി വരാനുള്ള പണ്ഡിതന്മാരും ഒക്കെ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്നവരും ഖുർആനിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാനിക്കാത്തൊരു സംഭവമാണ് ഖുർആൻ. അതാൽ ഒരു ബുക്ക് നോവൽ വായിച്ചത് ഞാൻ വായിച്ചു, ഒരു പുസ്തകം അത് ഞാൻ വായിച്ചതാണ്. പക്ഷെ ഖുർആൻ അങ്ങനെ നിർത്തിവെക്കാൻ കഴിയില്ല. എപ്പോഴും മനസ്സിലാവാത്തതിലുണ്ട്. അതാ രസം. ഇന്ന് മനസ്സിലാക്കിയതാവില്ല, 2 ദിവസം കഴിഞ്ഞ് ഖുർആൻ എടുത്തു, അതേ ആയത്തിൽ നമ്മൾ ഇന്നലെ മനസ്സിലാക്കാത്ത ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ഈ ഖുർആനെ നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചത് കഴിഞ്ഞ റമളാൻ കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയിട്ടില്ല. എല്ലാ ഫേസ്ബുക്കും എല്ലാവരും അക്കൗണ്ട് എടുത്ത് നോക്കുന്നുണ്ട്, എല്ലാ പേജിലും കയറിറങ്ങുന്നുണ്ട്. അള്ളാഹുവിന്റെ കിതാബിൽ മാത്രം നമ്മൾ കയറിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ചിന്തിക്കും മുഅ്മിനെ, ഈ കലാം വിട്ടിട്ടാ നമ്മൾ ബാക്കിയുള്ളതിന്റെ പിന്നാലെ. എല്ലാ ന്യൂസ് ചാനലും നോക്കുന്നുണ്ട്, എല്ലാ പത്രവും വായിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഖുർആൻ മാത്രം എടുത്ത് നോക്കുന്നില്ലല്ലേ. നമ്മൾ എന്ത് കാരണം അള്ളാഹുവിനോട് പറയുന്നത് നേരം കിട്ടിയില്ല എന്നോ? നേരം ഉണ്ടായിട്ടല്ലേ നമ്മൾ ബാക്കിയൊക്കെ വായിക്കുന്നത്. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പ്രവാചകൻ പറയും, നബി തങ്ങൾ, അല്ലാഹുവേ എന്റെ ഉമ്മത്തി എന്റെ ഖുർആൻ തൊട്ടു നോക്കാതെ ആയിപ്പോയല്ലോ എന്ന്. അത് നമ്മളെ പറ്റിയൊക്കെയാണോ പറയണെന്ന് അല്ലാഹു അലം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടു നോക്കണില്ല. റമളാനിൽ തന്നെ നോക്കാൻ കഴിയാത്തവര് വേറെ. ഇത്രയും വലിയ മഹാത്ഭുതമാണ് അള്ളാഹുവിന്റെ കലാം. സൂറത്തുൽ കഹ്ഫിലേക്ക് വരാം. 309 കൊല്ലം ഉറങ്ങിക്കിടന്ന ആളുകളുടെ ചരിത്രമായി പറയുന്നത്. ഖുർആനിൽ അക്കങ്ങളുടെ മഹാത്ഭുതം എന്നത് വെറുതെ പറയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നവർക്ക് ഇല്ല, ഇതിലൊരു കാര്യമുണ്ട് എന്ന് ബോധിപ്പിക്കാനുള്ള ഏതാനും ചില വസ്തുതകൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് വിശദമായി ഇനിയും നീണ്ടുപോകുന്ന ചർച്ചയാണ്. 114 സൂറകളിലും അത്ഭുതങ്ങളുണ്ട്. 114 സൂറകളിലും. ആ 114 ആയതിൽ അത്ഭുതമുണ്ട്. സൂറകളുടെ പേരുകളിൽ അത്ഭുതമുണ്ട്. ഓരോ സൂറകളിലും വാക്കുകളുടെയും അക്ഷരങ്ങളുടെയും എണ്ണത്തിൽ അത്ഭുതങ്ങളുണ്ട്. സൂറത്തുൽ കഹ്ഫിലേക്ക് വരാം. 18ാമത്തെ സൂറ. ഈ സൂറയിൽ 4-5 ചരിത്രം പറഞ്ഞതിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം, അൽ കഹ്ഫ് എന്ന പേരിട്ട സൂറയിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അല്ലാഹു പറഞ്ഞത് വെറും 18 ആയത്തുകളിൽ മാത്രമാണ്. സൂറയുടെ നമ്പറും 18 ഇനി സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 9ാമത്തെ ആയത്ത് മുതലാണ്. 9ാമത്തെ ആയത്ത് മുതലാണ് ചരിത്രം ആരംഭിക്കുന്നത്. അത് കിട്ടുന്നവരെന്ന് പറഞ്ഞാട്ട് 9ാമത്തെ ആയത്ത് ഏതാണെന്ന്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വർ-റഖീം കാനൂ മിൻ ആയാതിനാ അജബ. അതല്ലേ? أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. നബിയെ, ഗുഹാവാസികളുടെ ചരിത്രം നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വലിയൊരു അത്ഭുതമായിട്ട് വിചാരിക്കുന്നുണ്ടോ? ഇതിലും അത്ഭുതമുള്ളത് എത്രയുണ്ട് നബിയെ? അതാണ് ചോദിക്കുന്നത്. 9ാമത്തെ ആയത്ത് മുതലാണ് ചരിത്രം ആരംഭിക്കുന്നത്. അവിടെ മുതൽ 18 ആയത്തുകളിലാണ് ചരിത്രം. 9ാമത്തെ ആയത്തിൽ നിന്ന് ചരിത്രം ആരംഭിക്കുമ്പോ ഈ ആയത്ത് അവസാനിക്കുന്നത് വലബിഥൂ ഫീ കഹ്ഫിഹിം 300 സിനീൻ വസ്ദാദൂ 9. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 25 25ാമത്തെ ആയത്ത്. വലബിഥൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ 9. അവരവരുടെ ഗുഹയിൽ 300 കൊല്ലം താമസിച്ചു, 9 ഏറെയും 309. വലബിഥൂ ഫീ കഹ്ഫിഹിം. 9ാമത്തെ ആയത്ത് മുതൽ തുടങ്ങുക. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫ്. സുബ്ഹാനല്ലാഹ്.
അം ഹസിബ്ത 1 2, അന്ന 3, അസ്ഹാബ് 4, അൽ കഹ്ഫ് 5. അങ്ങനെ 25-ാമത്തെ ആയത്തിൽ വലബിഥു ഫീ കഹ്ഫിഹിം, ആ ഗുഹയിൽ അവർ താമസിച്ചു എന്നേടം മുതൽ അവിടം വരെ 9-ാമത്തെ ആയത്തിന്റെ തുടക്കം മുതൽ 25-ാമത്തെ ആയത്തിൽ ഗുഹയിൽ അവർ താമസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് 309 എന്ന് പറയാൻ പോകുന്നത്. ആ ഗുഹയിൽ എന്ന് പറയുന്ന താമസിച്ചു, ഗുഹയിൽ എന്ന വാക്കുവരെ നമ്മൾ നോക്കിയാൽ സുബ്ഹാനല്ലാഹ് 300 സിനീൻ, 309 കൊല്ലം എന്ന് പറയുന്ന വാക്ക് 309-ാമത്തെ വാക്കാണ്. ഇത് ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട് മുസാഫ് എടുത്തിട്ട്. 309 കൊല്ലം എന്നല്ലേ പറയണത്. ആ ഗുഹയിൽ താമസിച്ചു അവർ, അവിടം വരെ 308. 309-ാമത്തെ വാക്കാണ്. അവിടെ മുതൽ 309 കൊല്ലം എന്ന വാക്ക് അല്ലാഹു പറയണത്. ഇത് യാദൃച്ഛികമാണോ? ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? ഈ കലാമിനെ കുറിച്ചാണോ ആളുകൾ ഇങ്ങനെ പറയണത്? വിശുദ്ധ ഖുർആൻ തെറ്റുണ്ട്, അതുണ്ട്, ഇത് നമുക്ക് മനസ്സിലായില്ല എന്ന് പറയാന്നല്ലാണ്ട്. ശാസ്ത്രത്തിന് പിഴച്ചേക്കാം, അള്ളാഹിന്റെ കലാമിന് പിഴക്കില്ല. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പിഴച്ചേക്കാം, പക്ഷെ അള്ളാഹുവിന്റെ കലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതൊക്കെ ഒരുപക്ഷെ വലിയ വലിയ ശാസ്ത്രീയ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായേക്കാവുന്ന ആയത്തുകളാണ്. കാരണം നമുക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടാത്ത ആയത്തുകളാണ് ഇതൊക്കെ. മലക്കുകളെ കുറിച്ചാണ് ഇത് പറയാന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കും. പക്ഷെ മലക്കുകൾ അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല ഇവിടെ. എന്താണാവോ അതിന്റെ ആശയങ്ങൾ? 309 എന്ന് പറയുന്ന 300 എന്ന് തുടങ്ങുന്നത് 309-ാമത്തെ വാക്കാണ്. ഈ ചരിത്രം ആരംഭിക്കുന്നത് മുതൽ ഈ ചരിത്രത്തിന്റെ ക്ലൈമാക്സ് എത്തുന്നത് 309 എന്ന വാക്കിന്റെ തുടക്കം 309-ാമത്തെ വാക്കാണ് സൂറത്തുൽ കഹ്ഫിൽ. സുബ്ഹാനക യാ റബ്ബ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് തമ്പുരാനെ. നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് റബ്ബേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് തമ്പുരാനെ. യാ അല്ലാഹ് 300 സിനീൻ വസ്ദാദു 9. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം, ഗുഹാവാസികളുടെ ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ്, ഖുർആന്റെ ഈ ഇതിവൃത്തം അതാണല്ലോ. ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ് എന്നതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 1401 ആണ്. സൂറത്തുൽ കഹ്ഫ് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 407 ആണ്. സൂറത്തുൽ കഹ്ഫിന്റെ ന്യൂമറിക്കൽ വാല്യൂ, അതിൽ ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ് ആണ് അല്ലാഹു പറയുന്നത്. ഈ രണ്ട് വാല്യൂം ആഡ് ചെയ്താൽ 1401 പ്ലസ് 407 ഈസ് ഈക്വൽ ടു 1808, 1808 ആണ്. മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അതാണല്ലോ ഈ സൂറയിൽ പറയുന്നത്. സൂറത്തുൽ കഹ്ഫിലാണ് ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ് പറയുന്നത്. സൂറത്തുൽ കഹ്ഫ്, സൂറ സീന് വാവ് റാ ചാ ഓരോന്നിന്റെയും ന്യൂമറിക്കൽ വാല്യൂ എടുത്താൽ സൂറത്തുൽ കഹ്ഫിന്റെ വാല്യൂ 407 ആണ്. ഖിസ്സത്തു അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എന്നതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 1401 ആണ്. 1401 പ്ലസ് 407 ഈസ് ഈക്വൽ ടു 1808. ഈ 1808 എന്താണെന്നറിയോ? 300 സിനീന വസ്ദാദു 9. 309 കൊല്ലമാണത് എന്ന് പറഞ്ഞ ആയത്തിന്റെ ന്യൂമറിക്കൽ വാല്യൂ 1808 ആണ്. ആ ചരിത്രം ഈ സൂറയിൽ 1808, 300 സിനീന വസ്ദാദു 9, അതും 1808. സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക യാ റബ്ബ്. അല്ലാഹുവേ നിന്റെ കലിമത്തിന്റെ അത്ഭുതം ഞങ്ങൾ അത്ഭുതപ്പെടുത്തുകയാണ് റബ്ബേ. ഇതെന്താ വിഷയം എന്നറിയോ? 300 നോക്കണം, ഓതുന്നത് 100 എന്നാണ്, എഴുതുമ്പോ മാഅത്തിൻ എഴുതാ. ഒരു അലിഫും പിന്നെ ഹംസ ഉണ്ടാവും, അതിൽ ഒരു അലിഫായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റൂ. അവിടെ ഉച്ചരിക്കുന്നതാണ് 300. അങ്ങനെ നോക്കുമ്പോൾ മഹാത്ഭുതമാണ്.